ദുനിയാവിലേക്ക് പിറന്നു വീണ മനുഷ്യർക്കിടയിൽ മുസ്ലിമായി ജീവിക്കുന്ന ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ജീവിതത്തിന്റെ അനന്തരഫലമായി അവന് ലഭിക്കാനിരിക്കുന്ന സ്വർഗം കരസ്ഥമാക്കണം. ആ സ്വർഗം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാഥമിക യോഗ്യത എന്നുള്ളത് അവൻ മുസ്ലിം ആവുക എന്നതാണ്. മുസ്ലിമായ ഒരു മനുഷ്യന് മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാവുക. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഏതു മനുഷ്യനും സ്വർഗം കരസ്ഥമാക്കുവാനുള്ള അതിലേക്കുള്ള ആദ്യപടി എന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നുള്ളത്. ആ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ അവൻ ചെയ്യുന്ന അവന്റെ അമലുകൾക്ക്, അവന്റെ പ്രവർത്തനങ്ങൾക്ക്, അവന്റെ സൽപ്രവർത്തനങ്ങൾ എത്ര മേന്മയുള്ളതായിരുന്നാലും എത്ര മൂല്യമുള്ളതായിരുന്നാലും വിശ്വാസമില്ലാതെ ആ പ്രവർത്തനങ്ങളെ അള്ളാഹു പരിഗണിക്കുകയില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ആ രൂപത്തിൽ വിശ്വാസമില്ലാതെ പ്രവർത്തനങ്ങളും പുണ്യങ്ങളുമായി കടന്നു വരുന്ന ഒരുപാട് ആളുകൾ നാം പരലോകത്തുണ്ടായിരിക്കും. ആ ആളുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ കൊണ്ടുവരുന്ന കുന്നോളമുള്ള മലയോളമുള്ള വലിയ വലിയ നന്മകളുമായി അവർ കടന്നു വരുമ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞത് അവര് ചെയ്തു കൂട്ടിയിട്ടുള്ള അവരുടെ ആ പ്രവർത്തനത്തിലേക്ക്, അവരുടെ ആ നന്മകളിലേക്ക് നാം കടന്നു ചെല്ലും. എന്നിട്ട് അവർ വലിയ മൂല്യമുള്ളതായി കൊണ്ടുവന്ന അവരുടെ ആ പ്രവർത്തനങ്ങളെ മുഴുവൻ ചിതറിയ ധൂളികളായി, ഒരു തൂക്കവുമില്ലാത്ത, കനവുമില്ലാത്ത, മനുഷ്യന്റെ നന്മ തിന്മകളെ തൂക്കുന്ന ആ തുലാസിൽ ഒരു തൂക്കവുമില്ലാത്ത ധൂളികളായിട്ട് കണികകളാക്കിയിട്ട് അള്ളാഹ് മാറ്റുമെന്ന്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാരത്രിക മോക്ഷം ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ മുസ്ലിം ആവുക എന്നുള്ളത് അതിന്റെ പ്രാഥമിക ഘടകമാണ്. മുസ്ലിം ആവാതെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്നത് സ്വപ്നത്തിൽ പോലും സാധ്യമല്ല എന്നുള്ളത്. ആ ഇസ്ലാമിലൂടെ അല്ലാതെ പരലോക മോക്ഷം സാധ്യമാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും കൃത്യമായി നമ്മെ പഠിപ്പിക്കും. ആ ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നത്, ആ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് 5 തൂണുകളിലാണ്, 5 ബിംബങ്ങളിലാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേൽ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ആദ്യമായി അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരും ആരാധനക്ക് അർഹനായിട്ടില്ല എന്ന് അവന്റെ മനസ്സിൽ തട്ടി അവൻ ഉച്ചരിക്കണമെന്ന്, അവനത് പ്രഖ്യാപിക്കണമെന്ന്, അവന്റെ മനസ്സിലേക്ക് അത് ആദ്യമായിട്ട് ഇറങ്ങി ചെല്ലണം. എന്നിട്ട് അവന്റെ നാവിലൂടെ അവനത് പ്രഖ്യാപിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കണം. അതുകൊണ്ട് മാത്രമായിട്ടില്ല, ഈ ദുനിയാവിലേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ അവന്റെ ദൂതനാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട, അത് അംഗീകരിച്ച ആളുകൾക്ക് അല്ലാതെ മുസ്ലിം ആവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാം. കാരണം അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ മുഹമ്മദ് എന്ന പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതിന് ശേഷം ആ വിശ്വാസം മാത്രം പോരാ, അതിന്റെ കൂടെ മുഹമ്മദ് എന്ന പ്രവാചകൻ അവന്റെ ദൂതനാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയല്ലാതെ അവന് മുസ്ലിം ആവാൻ സാധ്യമല്ല എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കാം. പരിശുദ്ധ ഖുർആനും അത് കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അവിടെയെല്ലാം ഉമ്മത്തിനെ, അവിടെയെല്ലാം ജനങ്ങളെ, അവരെല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത് ഒരൊറ്റ ആശയത്തിലേക്കാണ്, ഒരൊറ്റ ആദർശത്തിലേക്കാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല, അവന് മാത്രമായിരിക്കണം ആരാധനകളും അർപ്പണങ്ങളും നടത്തേണ്ടത് എന്ന് കൃത്യമായി ഓരോ പ്രവാചകന്മാരും കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്.
ആ തൗഹീദിലേക്കാണ് പരിശുദ്ധ ഖുർആനും സുന്നത്തും ഹദീസുകളും എല്ലാം കൃത്യമായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തൗഹീദിനെ കുറിച്ച് മഹാന്മാരെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതിന് 3 ഘടകങ്ങളുണ്ട്. 3 ഘടകങ്ങളിൽ തീർച്ചയായും ഒരു വിശ്വാസി, ഒരു മുസ്ലിം ആ 3 ഘടകങ്ങളിൽ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. മറ്റാർക്കും അവന് പുറമെ ആ ഗുണങ്ങളോ സവിശേഷതകളോ നൽകുവാൻ പാടില്ല. അതിൽ ആദ്യത്തേത് രക്ഷാധികർത്തൃത്വമാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും അതിനെ സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കുന്നതും അതിലെ എല്ലാ കുഴപ്പങ്ങളും എല്ലാ സമാധാനങ്ങളും ഉടലെടുക്കുന്നത് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അത് അല്ലാഹുവിന്റെ കരങ്ങൾ കൊണ്ടാണ്. അത് അല്ലാഹുവിന്റെ ശക്തി കൊണ്ടാണ്. അത് അല്ലാഹു മാത്രമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവും ശേഷിയും പ്രാപ്തിയുമെല്ലാം അല്ലാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുക, എന്ന് പ്രഖ്യാപിക്കുക. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും അല്ലാഹുവിന് പുറമെ ഈ ലോകത്തുള്ള കാര്യങ്ങളെ, പ്രകൃതിയിലെ പ്രകൃതി പ്രതിഭാസങ്ങളെ, ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെ, അമാനുഷികമായ ഒരു ശക്തിക്ക് അല്ലാഹുവിനല്ലാതെ മറ്റെന്തിനെങ്കിലും ഒരു സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ശേഷിയുണ്ട് എന്ന് വിശ്വസിക്കുന്നത്, എന്ന് പറയുന്നത് കുഫറാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുക. അതുപോലെ ആരാധനയിലുള്ള ഏകത്വം, ആരാധന മനുഷ്യൻ നടത്തുന്ന ഓരോ ആരാധനകളും ആ ആരാധനയുമായി ബന്ധപ്പെട്ട ഓരോ ഘടകങ്ങളും ഓരോ കണികകളും അത് അല്ലാഹുവിന് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. ആ ആരാധനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അംശം അല്ലാഹുവിനല്ലാതെ അവന്റെ സൃഷ്ടിപ്പിൽപ്പെട്ട എന്തെങ്കിലും ഒരു ഘടകത്തിൽ അത് ചെന്നിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു ഒരു പങ്കു ചേർക്കലാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, അല്ലാഹു ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത മഹാപാതകമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളാണ്. അല്ലാഹുവിന് മാത്രമായ ഒരുപാട് വിശേഷണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമഗുണ വിശേഷങ്ങളെങ്ങാനും അവന്റെ ആ കഴിവുകളെങ്ങാനും മറ്റൊരാൾക്കുണ്ട് എന്ന് പറയുകയോ അത് വിശ്വസിക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുക. കാരണം അല്ലാഹു മാത്രമാണ് എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ. അത് അല്ലാഹു മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അല്ലാഹുവിനെ പോലെ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്, അല്ലാഹുവിനെ പോലെ അറിയുന്ന ഒരു സൃഷ്ടിയുണ്ട്, അല്ലാഹുവിനെ പോലെ അറിയുന്ന, അല്ലാഹുവിനെ പോലെ കാണാൻ കഴിയുന്ന, അല്ലാഹുവിനെ പോലെ കാഴ്ചയും കേൾവിയുമുള്ള എന്തെങ്കിലും ഒരു വസ്തുവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ ഒരംശം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ ശിർക്കിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്, അവരേറ്റവും കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടത്, അവരേറ്റവും കൂടുതൽ ജാഗരൂകരായിരിക്കേണ്ടത് തൗഹീദിന്റെ വിഷയത്തിലാണ്. കാരണം ആ തൗഹീദിലെങ്ങാനും പിഴവ് സംഭവിച്ചാൽ, ആ തൗഹീദിലെങ്ങാനും പിഴവ് വന്നുപോയി കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗം എന്നത് നിഷിദ്ധമാണ്. ആ സ്വർഗം എന്നത് അവന്റെ മേൽ നിഷിദ്ധമാണെന്ന് അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ളതാ, അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഓരോ മുസ്ലിമിന്റെയും ഏറ്റവും വലിയ ബാധ്യത എന്നത് ആ തൗഹീദിൽ കളങ്കമില്ലാതെ അതിന്റെ തനത് രൂപത്തിൽ, അതിനെ കളങ്കമില്ലാത്ത രൂപത്തിൽ നിലനിർത്തുക എന്നുള്ളത് വിശ്വാസികളുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മതമായിട്ട് ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് റസൂല് ഈ ദുനിയാവിലേക്ക് കടന്ന സന്ദർഭത്തിൽ, ഈ ദുനിയാവിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ 200-ൽ താഴെ മാത്രമാണ് മുസ്ലിമുകൾ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അത്രയും ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. വമാ യുമിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവന് പുറമെ അവനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ് ഈ ലോകത്തുള്ള അധികം ആളുകളും അല്ലാഹു വിശ്വസിക്കുന്നത് എന്ന. അല്ലാഹു വിശ്വസിക്കാത്ത ആളുകളല്ല ലോകത്തുള്ളത്. ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും, ലോകത്തുള്ള മുഴുവൻ ആളുകളും അല്ലാഹു വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ലോകത്തുള്ള ഏതെല്ലാം മതങ്ങൾ എടുത്താലും, ഏതെല്ലാം ആശയങ്ങൾ എടുത്താലും അതിലെല്ലാം ഒട്ടുമിക്ക ആളുകളും അല്ലാഹു എന്ന ദൈവത്തിൽ, ഏകനായ ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളാണ്. പക്ഷേ അവർക്ക് പറ്റിയതെന്താ? അവർക്ക് പറ്റിയ പാകപ്പിഴവുകൾ എന്താ? അവന് പുത്രനെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അവന് പുത്രിമാരുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അവന് തുല്യനായ കഴിവും പ്രാപ്തിയും ശക്തിയുമുള്ള ആളുകൾ
അവനെ പോലെയുള്ള ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ള ആ ഒരു കുറ്റം മാത്രമാണ് അവർ ചെയ്തു എന്നുള്ളതാ. അതായത് അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അവന് തുല്യനായിട്ട് ആളുകളില്ല, അവന് തുല്യമായ ശക്തിയുള്ള, അവനെ പോലെ ആരാധനകൾ അർപ്പിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലോകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതാ. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം മുസ്ലിം എന്നതിനപ്പുറത്തേക്ക് മുഅ്മിനായി മാറാൻ കഴിയുന്ന ആളുകൾ അപൂർവം ചില ആളുകളാണ് എന്ന് മാത്രമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഇസ്ലാമിലേക്കാണ്, ആ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിലേക്കാണ്, ആ യഥാർത്ഥ തൗഹീദിന്റെ ആശയവും ആദർശവും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടതും ആ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം എന്നത് മനുഷ്യൻ പരസ്പരം സഹായങ്ങൾ ഉണ്ടാകും, സഹകരണങ്ങൾ ഉണ്ടാകും. സഹകരണങ്ങളില്ലാതെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഖുർആനിന്റെ കൽപ്പനയും അതാണ്, തആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ പരസ്പരം സഹായിക്കണം, നിങ്ങൾ പരസ്പരം സഹകരിക്കണം. നന്മയുടെയും പുണ്യത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾക്ക് പരസ്പരം ആവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായങ്ങൾ നടത്തണം, സഹായങ്ങൾ നടത്തണം. പക്ഷേ അവിടെ പോലും ആ മനുഷ്യനോട് ചോദിക്കുന്ന സഹായങ്ങൾക്ക് പരിധിയുണ്ട് എന്നുള്ളതാണ്. അവിടെ പോലും ആ മനുഷ്യനോട് ചോദിക്കാൻ കഴിയുന്ന സഹായങ്ങൾക്ക് അതിന് പോലും പരിധികൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള സഹായ നേട്ടം അത് ശിർക്കിന്റെ പരിധിയിൽപ്പെടുന്നതാ. ഒരു മനുഷ്യന് കഴിയാത്ത, അവന്റെ കഴിവിൽപ്പെടാത്ത, അവനെ കൊണ്ട് ചെയ്തു തരാൻ കഴിയാത്ത ഒരു കാര്യം അവരോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ അത് ശിർക്കിന്റെ പരിധിയിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുമെന്ന നമ്മൾ ഒരുപാട് കേട്ടതാ. കാര്യകാരണ ബന്ധം എന്താണ് എന്ന് അത് ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം പറയാം. മനുഷ്യനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വിശപ്പ്. ആ വിശപ്പ് മാറ്റുവാനുള്ള ഒരു കാരണമാക്കിയിട്ട് അല്ലാഹു നിശ്ചയിച്ചത് ഭക്ഷണത്തെയാണ്. ആ വിശപ്പ് എന്ന കാര്യത്തെ ഭക്ഷണം എന്ന കാരണം കൊണ്ട് അതിനെ നികത്താൻ കഴിയുമെന്ന, അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന, അതാണ് കാര്യകാരണ ബന്ധം. ആ കാര്യത്തെ, വിശപ്പ് എന്ന കാര്യത്തെ ഭക്ഷണം എന്ന കാരണം കൊണ്ട് നികത്താൻ കഴിയും. മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, അത് മനുഷ്യനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തെ, ആ രോഗത്തെ മാറ്റാൻ കഴിയുന്നത് അതിന് അല്ലാഹു നിശ്ചയിച്ച ഒരു കാരണമുണ്ട്, അത് മരുന്നാണ്. ആ മരുന്നെന്ന കാരണം കൊണ്ട് രോഗമെന്ന ആ കാര്യത്തെ മാറ്റാൻ സാധിക്കുമെന്ന ആ രൂപത്തിൽ ഒരു കാര്യത്തെ ഒരു കാരണം കൊണ്ട് മനുഷ്യൻ നികത്താൻ കഴിയുമെന്ന അല്ലാഹു ഏർപ്പാട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നികത്താൻ മനുഷ്യൻ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടായിരിക്കണം മനുഷ്യൻ പരസ്പരം സഹായങ്ങൾ ചോദിക്കേണ്ടത്. അവർക്ക് ചോദിക്കാൻ കഴിയുന്ന സഹായത്തിന്റെ പരിധി ഏതാണ്? ആ കാര്യകാരണ ബന്ധം ഉണ്ടായിരിക്കണം. ആ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തേക്കുള്ള സഹായ നേട്ടങ്ങൾ അത് ശിർക്കിന്റെ പരിധിയിലേക്കാണ് മനുഷ്യരെ കൊണ്ടുപോവുക എന്നുള്ളതാ. ഒരു മനുഷ്യൻ, രോഗം ബാധിച്ച ഒരു മനുഷ്യൻ, ചികിത്സിക്കാൻ കഴിയാത്ത, ചികിത്സ എന്താണെന്ന് അറിയാത്ത, മരുന്ന് എന്താണെന്ന് അറിയാത്ത ഒരാളുടെ അടുക്കലേക്ക് പോയി അയാളുടെ കഴിവ് കൊണ്ട്, അമാനുഷികമായ കഴിവ് കൊണ്ട് എന്റെ രോഗത്തെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ശിർക്കിന്റെ പരിധിയിലേക്കാണ്. കാരണം മരുന്ന് കൊണ്ടല്ലാതെ മനുഷ്യന്റെ രോഗങ്ങൾ മറ്റൊരു മനുഷ്യന് മാറ്റിക്കൊടുക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാ. ആ മരുന്ന് കൊടുത്താൽ പോലും ആ രോഗം മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അള്ളയാണ് എന്നുള്ളതാ. ആ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യനോട് പോലും സഹായം ചോദിക്കുന്നത് അനുവദീയമല്ല എന്ന് ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിലായിരിക്കണം, ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിരിക്കണം മനുഷ്യനോടുള്ള സഹായതേട്ടമെന്ന് ഇസ്ലാം പഠിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂലിന് പോലും ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാ. അപൂർവം ചില ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ചില പൂജത്തുകൾ നൽകിയിട്ടുണ്ട്. ആ പൂജത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില സഹായങ്ങൾ അല്ലാഹു റസൂൽ നൽകിയിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന് കണ്ണിന് അസുഖം ബാധിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എവിടെയാണ് അലി? ആ അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കണ്ണിന് അസുഖം ബാധിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മനീര് കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പുരട്ടിയെന്ന, ആ ഉമ്മനീര് കൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ച മാറിയെന്ന, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മോചിതമായിട്ട് എണ്ണപ്പെടുന്നതാ. അതിനപ്പുറത്തേക്ക് അത് വരുന്നല്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ എത്രയോ സ്വഹാബാക്കൾ മുറിവേറ്റ് ജീനടിഞ്ഞ ചലവുമായിട്ട് നടന്ന എത്രയോ സ്വഹാബാക്കളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ആ സ്വഹാബാക്കളുടെ വേദന കാണുകയല്ലാതെ, അവർ മരിച്ചു വീഴുന്നത് കാണുകയല്ലാതെ, അല്ലാഹുവിന്റെ റസൂലിന് മരുന്ന് കൊണ്ടല്ലാതെ ഒരു ചികിത്സ പോലും അല്ലാഹുവിന്റെ റസൂലിന് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാ. ആ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾ കൊണ്ടായിരിക്കണം മനുഷ്യന്റെ സഹായതേട്ടങ്ങളും പരോപകാരങ്ങളും എന്ന് ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം
അതിനപ്പുറത്തേക്കുള്ളത് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള അമാനുഷികമായ കഴിവുകളാണ്, ആ മുഅ്ജിസത്തുകളാണ്. ആ മുഅ്ജിസത്തുകൾ പോലും അവരുടെ ഇഷ്ടാനുസരണം അവർ പ്രയോഗിച്ചിട്ടില്ല, അവരുടെ ഇഷ്ടാനുസരണം പ്രയോഗിക്കുവാൻ അവർക്ക് സാധ്യമായിട്ടില്ല. അള്ളാഹുവിന്റെ അറിയിപ്പുള്ള, അള്ളാഹുവിന്റെ അറിവുള്ള, അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ആ സമയങ്ങളിലും സന്ദർഭങ്ങളിലും മാത്രമാണ് പ്രവാചകന്മാർ പോലും അമാനുഷികമായ പ്രവർത്തനം കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. അതായത് മനുഷ്യന്റെ സഹായങ്ങൾക്കും അവന്റെ പരിധികൾക്കും അവന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ കഴിവുകൾക്കും അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പരിധിക്കപ്പുറത്തേക്കുള്ള മനുഷ്യന്റെ സഹായതേട്ടങ്ങൾ, മനുഷ്യന്റെ ആവശ്യതേട്ടങ്ങൾ, അതെല്ലാം മനുഷ്യനെ ശിർക്കിലേക്കാണ് കൊണ്ടുപോവുക എന്ന് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമുക്കൊരു സഹായം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മനുഷ്യനോട് സഹായം ചോദിച്ചു, ആ മനുഷ്യന്റെ അടുക്കൽ നിന്ന് നമുക്ക് തിരിച്ച് സഹായം ലഭിക്കണം, അവന്റെ അടുക്കൽ നിന്ന് നമുക്കൊരു ഉത്തരം തിരിച്ച് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് കേൾക്കാൻ സാധിക്കണമെന്ന, ആ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന പരിധിയിൽ ആ മനുഷ്യനായിരിക്കണം. അതല്ല എങ്കിൽ ആ മനുഷ്യന് നമ്മുടെ സഹായതേട്ടം എത്തിക്കാൻ കഴിയുന്ന, നമ്മുടെ ആവശ്യം അറിയിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു മാധ്യമത്തിന്റെ സഹായമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ആ മാധ്യമത്തിന്റെ സഹായമില്ല എങ്കിൽ, അത് കേൾക്കുന്ന പരിധിയിൽ ആ മനുഷ്യന് ഇല്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ആ മനുഷ്യൻ ഒരിക്കലും കേൾക്കുവാൻ സാധിക്കുകയില്ല. അതായത് ഖുർആൻ പഠിപ്പിക്കുന്നത് കേൾക്കുന്ന ആളുകൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഉത്തരം ചെയ്യുന്ന ആളുകൾ എന്നത്, ഉത്തരം ചെയ്യാൻ കഴിയുന്ന ആളുകൾ എന്നത് കേൾക്കുന്ന ആളുകളാ, കേൾവിയുള്ള ആളുകളാ. നിങ്ങൾ വിളിച്ച ആ തേട്ടം, നിങ്ങൾ വിളിച്ച ആ സഹായ അഭ്യർത്ഥന, എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോ ആ സഹായിക്കണം എന്ന് പറയുന്ന ആ പദം, ആ വാക്ക് അയാളുടെ പരിധിയിൽപ്പെട്ടതാണെങ്കിൽ പോലും അയാൾക്ക് കേട്ടെങ്കിലേ ഉത്തരം നൽകാൻ കഴിയുള്ളൂ, അയാൾക്ക് കേട്ടെങ്കിൽ നമ്മെ സഹായിക്കാൻ ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ട് ഖുർആൻ വീണ്ടും പറഞ്ഞു, വൽ മൗത യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. മരണപ്പെട്ട ആളുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ആളുകളാണ്. അവർക്കത് കേൾക്കാൻ കഴിയില്ലെന്നാ ഖുർആൻ അവിടെ വെച്ച് നിർത്തി. കേൾക്കുന്ന ആളുകൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിർത്തിയിട്ട് ഖുർആൻ പറഞ്ഞത് വൽ മൗത യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. മരണപ്പെട്ട ആളുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ആളുകളാണ്. നിങ്ങൾ വിളിക്കുന്ന തേട്ടങ്ങള്, നിങ്ങളുടെ ആവശ്യങ്ങള്, നിങ്ങളുടെ സഹായ അഭ്യർത്ഥനകള്, അതൊന്നും അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി തരിക. ഇത് പറയാനുള്ള കാരണം, ഈ അടുത്ത ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ ഈ ജാപ്പയിൽ വെച്ച്, നമ്മുടെ ഈ ജാപ്പ പ്രദേശത്ത് വെച്ച് ഒരു റൂസ് നടന്നു. അവിടെ ഒരുപാട് അനാചാരങ്ങൾ നടന്നു. അവിടെ വെച്ച് ശുഹൈബുൽ ഹൈതമി എന്നൊരു വ്യക്തി നടത്തിയ ശിർക്കിലേക്ക് മനുഷ്യരെ വലിച്ചടിച്ച് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഇത് പറയാൻ കാരണം, ഇന്ന് ആളുകൾ കടന്നു വരുന്ന രൂപം ശിർക്കിലേക്ക് പോലും ആളുകളെ വലിച്ചടിച്ച് കൊണ്ടുപോകുന്നത് തത്വചിന്തകളിലൂടെ, ഫിലോസഫികളുടെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായങ്ങൾ തേടിക്കൊണ്ടാണ്. അതിനെ സഹായിക്കാൻ കഴിയുമെന്നല്ല, പക്ഷെ അതിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ശിർക്കിന്റെ വക്താക്കളാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നു എന്നുള്ളതാ. ശുഹൈബുൽ ഹൈതമി എന്ന വ്യക്തി, അദ്ദേഹം നവനാസ്തികരുമായിട്ടൊക്കെ വലിയ ചർച്ചകൾ നടത്തി വലിയ വിജയം കൈവരിച്ച ആളാ. നമുക്കൊക്കെ പറ്റിയ ഒരു അബദ്ധമുണ്ട്, നമ്മുടെ പല ആളുകൾക്കും പറ്റിപ്പോയ അബദ്ധങ്ങളുണ്ട്. ആ മനുഷ്യന്റെ ക്ലിപ്പുകൾ നമ്മുടെ സ്റ്റാറ്റസുകളിൽ ഇട്ടു, നമ്മൾ ആ മനുഷ്യന്റെ ക്ലിപ്പുകൾ നമ്മൾ പ്രചരിപ്പിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇദ്ദേഹം ശിർക്കിന്റെ ഏറ്റവും വലിയ വക്താവായി കടന്നു വന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാ. അതുകൊണ്ടാണ് ഹദീസ് വിജ്ഞാന ശാസ്ത്രം പോലും എടുത്ത തീരുമാനങ്ങളുണ്ട്. ഇസ്ലാമിനെ ഇകഴ്ത്തുന്ന, ഇസ്ലാമിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ അവരെ ലേച്ചറായി തന്നെ സമൂഹത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കണമെന്ന. അതാണ് ഹദീസ് വിജ്ഞാന ശാസ്ത്രത്തിൽ കാണുവാൻ സാധിക്കും. ഒരുപാട് ആളുകളെ കുറിച്ച് ഇന്ന ആളുകളുടെ കൈകളിൽ നിന്ന് വന്ന ഹദീസുകൾ അത് സ്വീകാര്യോഗ്യമല്ല, അവൻ കള്ളനാണ്, അവൻ മൂഢനാണ് എന്നുള്ള രൂപത്തിൽ ഹദീസ് വിജ്ഞാന ശാസ്ത്രത്തിൽ പോലും ജർഹ് വ തഅദീൽ എന്ന് പറയുന്ന ആ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിന്റെ മുന്നിൽ എടുത്തു കാണിക്കണം. അവർ ഇസ്ലാമിന്റെ ആശയത്തെ, ആദർശത്തെ വികൃതമാക്കിയിട്ടുള്ള ആളുകളാണ്. അവരെ വെറുതെ വിടരുത്. അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അത് സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു കാണിക്കണമെന്ന് മഹാന്മാര പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും എത്രയോ ദഈഫായ ഹദീസുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഓരോ ഹദീസുകളും തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കപടന്മാരെ, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ടാ, അവരെ കുറിച്ച് എഴുതി വെച്ചതുകൊണ്ടാ ഇന്ന ആളുകളിൽ നിന്ന് ഹദീസുകൾ, അവരിൽ നിന്ന് ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത്, കപടന്മാരാണ്, മൂഢന്മാരാണ്, ഇസ്ലാമിനെ കുറിച്ച് കളവ് പറഞ്ഞ ആളുകളാണ് എന്ന് പരിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിലേക്ക് ഈ വ്യക്തി ചെയ്തത് എന്താണെന്ന് അറിയോ? അവിടെ ചോദ്യോത്തര സെഷനിൽ അദ്ദേഹം പറഞ്ഞു, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ശിർക്കാകുമോ എന്നുള്ള വാചകം അദ്ദേഹം
പറഞ്ഞത് അത് ശിർക്കാവുകയില്ല എന്നുള്ളതാ. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനെ ഏറ്റവും മോശമായ രൂപത്തിൽ ചിത്രീകരിച്ചു എന്നുള്ളതാ. ആ മനുഷ്യൻ പറഞ്ഞ എന്താണെന്നറിയോ? മൊയ്തീൻ ശൈഖിന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാദമാണ് നമുക്കുള്ളത് എങ്കിൽ അത് അള്ളാന്റെ കഴിവുകേടാണ് എന്ന. മരിച്ചുപോയ ഒരു മനുഷ്യന് കേൾക്കുകയില്ല, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയും. മരിച്ചുപോയിട്ട് ആ മനുഷ്യന് കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യന്റെ കഴിവുകേടല്ല, അള്ളാന്റെ കഴിവുകേടായിരിക്കുമെന്നാണ് ആ മനുഷ്യനോട് പറഞ്ഞു വെച്ചത്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇന്നക ലാ തുസ്മിഉൽ മൗത, നിനക്കൊരിക്കലും മരണപ്പെട്ടു പോയ ആളെ ഒരക്ഷരം പോലും കേൾപ്പിക്കുവാൻ നിനക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞത് അവന് കേൾക്കൂല എന്നല്ല, മരണപ്പെട്ട ആളുകൾ കേൾക്കൂല എന്നല്ല, കേൾപ്പിക്കുവാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. ആരോടാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും ഉന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത് ഇന്നക ലാ തുസ്മിഉൽ മൗത. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകനെ, താങ്കൾ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയാലും, താങ്കൾ എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടാക്കിയാലും, താങ്കൾ എന്തൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും മരിച്ചുപോയ ആളുകളെ കേൾക്കാൻ അവർക്ക് കഴിയൂല. നിങ്ങൾ ശ്രമിച്ചാൽ പോലും, നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ പോലും നിങ്ങളെ കൊണ്ട് അവരെ കേൾപ്പിക്കുവാൻ സാധ്യമല്ല, നിങ്ങളെ കൊണ്ട് അതിന് കഴിയുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പറയുന്ന വാക്കുകളാണ്. ഖുർആൻ പറഞ്ഞത് അവർക്ക് കേൾക്കാൻ കഴിയൂല എന്ന, അവർക്ക് കേൾക്കാൻ കഴിയൂല എന്ന. അവരെ കേൾപ്പിക്കുവാൻ പോലും നമ്മൾ എന്തൊക്കെ സജ്ജീകരണം ഒരുക്കിയാലും അവരെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്ന ഖുർആനിന്റെ മറ്റു വചനത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അവരെ കേൾക്കൂല. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ആവലാദികളും പ്രയാസങ്ങളും കേട്ടിട്ടുണ്ടാകും, അവരുടെ കഴിയുന്ന രൂപത്തിൽ പക്ഷെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു, നിങ്ങളുടെ പ്രാർത്ഥന അവരെ കേൾക്കൂല, അവർ കേൾക്കാൻ കഴിയില്ല. ഖുർആൻ അവിടെ നിർത്തിയിട്ട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ സങ്കല്പിച്ചോ, നിങ്ങൾ സങ്കല്പത്തിൽ കൊണ്ടുവന്ന അവരെങ്ങാനും കേട്ടാൽ പോലും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് കഴിയൂല, അതിനുള്ള ശേഷി അവർക്കില്ല, അതിനുള്ള പ്രാപ്തി അവർക്കില്ല. അന്ത്യനാളിൽ നിങ്ങൾ ചെയ്ത ആ ശിർക്കിനെ അവർ നിഷേധിക്കുമെന്ന. മരണപ്പെട്ട ആളുകളെ നമ്മൾ വിളിച്ചു തേടുന്ന, അല്ലാഹുവിനെ പുറമെ വിളിക്കുന്ന ആളുകൾ വിളിച്ചു തേടുന്ന എന്തെല്ലാം ആരാധനാ മൂർത്തികളുണ്ടോ അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയോ? വല്ലദീന തദഊന മിൻ ദൂനി, അല്ലാഹുവിനെ പുറമെ വിളിച്ചു തേടപ്പെടുന്ന ആളുകൾ മാ യംലികൂന മിൻ ഖിൻതീർ, ഒരു ഈത്തപ്പനയുടെ, ഒരു ഈത്തപ്പഴത്തിന്റെ പാട പോലും, ഈത്തപ്പഴത്തിന്റെ കുരുവിന് മുകളിൽ ചെറിയ പാടുണ്ടാവും, ആ പാട പോലും ഉടമപ്പെടുത്താൻ കഴിയാത്തവരാണ് അവര്. ആ പാട പോലും ഉണ്ടാക്കുവാനോ നിങ്ങൾക്ക് നൽകുവാനോ കഴിയാത്ത, ശേഷിയില്ലാത്ത ആളുകളാണ് അവർ. അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? അവർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സംസാരം അതെങ്ങനെയാണ് അവർ കേൾക്കാൻ കഴിയുക എന്ന് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഖുർആന്റെ മറ്റൊരു വചനത്തിൽ വീണ്ടും പറയുന്നുണ്ട്, വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ട, അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെട്ട, വിളിച്ചു തേടപ്പെട്ട എല്ലാ ആളുകളെയും, എല്ലാ ആരാധനാ മൂർത്തികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്ന. ഫയഖൂലു, എന്നിട്ട് അല്ലാഹുവോട് പറയും, അഅൻതും അദ്ലൽതും ഇബാദി ഹൗലായി, എന്റെ ഈ അടിമകളെ, എന്റെ ഈ അടിയാന്മാരെ വഴിപിഴപ്പിച്ചത് നിങ്ങളാണോ? അംഹും ളല്ലു സബീൽ, അതോ അവർ സ്വയം തെറ്റുകളിലേക്ക് സ്വയം വഴിപിഴച്ചു പോയവരാണ് എന്ന് അല്ലാഹു ചോദിക്കുമെന്ന. ആ സമയത്ത് ആ ആരാധനാ മൂർത്തികള് ഭൂമിയിൽ കാലഘട്ടം അത്രയും കഴിഞ്ഞു പോയിട്ടുള്ള വിളിച്ചു നേടപ്പെട്ട പ്രവാചകന്മാര്, ഔലിയാക്കള്, ഏതെല്ലാം ആരാധനാ മൂർത്തികളുണ്ടോ അവരൊന്നിച്ച് പറയുമെന്ന. ഓരോ അവര് പറയും, സുബ്ഹാനക, അല്ലാഹ് നീ എത്ര പരിശുദ്ധനാ, മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, അല്ലാഹ് നിനക്ക് പുറമെ ഒരു ആരാധന സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് യോജിച്ചതല്ല. ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നിനക്ക് പുറമെ ഒരു ആരാധന സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പഠിപ്പിച്ചത്, ഞങ്ങൾ ഈ ജനതയെ, ഞങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് നിന്നെ മാത്രം ആരാധിക്കണം, നിന്നെ മാത്രം തേടണം, നിന്നോട് മാത്രം ആവലാദികൾ വേവലാദികൾ പറയണമെന്ന ഈ ആളുകളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബി എന്ന് ആ ആരാധനാ മൂർത്തികൾ നിഷേധിക്കുമെന്ന. വലാകിൻ മത്തഅതഹും വആബാഅഹും, എന്നിട്ട് ആ ഖുർആനിൽ പറയുന്ന വാക്കുകളാണ്, വലാകിൻ മത്തഅതഹും വആബാഅഹും, നീ അവരുടെ പൂർവ്വപിതാക്കൾക്കും അവർക്കുമെല്ലാം നീ സുഖലോലുപത നൽകി. ഹത്താ നസുദ്ദിക്ര വകാനൂ ഖൗമൻ ഖൂറ, അവർ നിന്റെ
ഉത്ബോധനം മറന്നുപോയ മൂഢന്മാരായ നശിച്ച ജനതയായിട്ട് അവർ മാറിയെന്ന് ഖുർആനിലൂടെ അവർ പറയുന്ന വാക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരാം. അതായത് ഖുർആൻ പറയുന്നത് മരിച്ചുപോയ ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ കഴിവുകളല്ല. അള്ളാഹ് കഴിവ് എടുത്തു മാറ്റിയെന്ന ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുമായിരുന്നു. അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് കേൾക്കാൻ സാധിക്കുകയില്ല. അവനെ എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയാലും അവനെ കേൾപ്പിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാന്റെ കഴിവുകളാണ് എന്നുള്ളതല്ല, മറിച്ച് അള്ളാഹ് കഴിവിനെ തിരിച്ചെടുത്തു എന്ന മരണം വരെ മനുഷ്യന് കേൾക്കുവാനും പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള കഴിവ് അന്ന് നൽകിയിട്ടുള്ളൂ. മരണത്തോടുകൂടി മനുഷ്യന്റെ ദുനിയാവുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു വന്ന പിന്നെ അവൻ ബർസഖില ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവര് ബർസഖിലാണ് അവന്റെ ജീവിതം, ഖബറിലാണ് അവന്റെ ജീവിതം. അതിനുശേഷം ഒരുമിച്ചൊരു കൂട്ടമായിക്കൊണ്ടാണ് നാളെ പരലോകത്ത് ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. അവിടെ ആർക്കും ആരെയും പരസ്പരം സഹായിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാ. ദുനിയാവിലുള്ള ജീവിതത്തിൽ പോലും സഹായങ്ങൾ ചോദിക്കുന്നതിന് ചില പരിധികൾ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്നത് പോലും ശിർക്കിന്റെ ഗണത്തിലേക്കാണ് പെടുക എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് കൂട്ടരെ മരണപ്പെട്ട ആളുകളോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക? മരണപ്പെട്ട ആളുകളോട് എങ്ങനെയാണ് പ്രാർത്ഥനയുടെ അംശം അവരോട് നമുക്ക് ചോദിക്കുവാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്റ്റാറ്റസുകളിൽ നമ്മുടെ ഷെയറുകളിൽ ഒരിക്കലും അഖീദ ശരിയല്ലാത്ത വിശ്വാസം കൃത്യമല്ലാത്ത ആളുകൾ അവർ ഇസ്ലാമിനെ കുറിച്ച് എത്ര നല്ലത് പറഞ്ഞാലും ഇസ്ലാമിന്റെ ഏത് സംവിധാനത്തെ കുറിച്ച് അവർ പുകഴ്ത്തി പറഞ്ഞാലും ഇസ്ലാമിനെ അവർ ഏതെല്ലാം രൂപത്തിൽ പ്രതിരോധിച്ചാലും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. കാരണം ആ മനുഷ്യനിലൂടെ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആ മനുഷ്യൻ കുഫറിൽ നിന്ന് തിരിച്ചു പോകുന്നത് ശിർക്കിലേക്കാണ്. അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് ആ മനുഷ്യൻ തിരിച്ചു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് അഖീദ ശരിയല്ലാത്ത ആളുകളെ ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ഉയർത്തി കാണിക്കരുത്. ഈ പറയുന്ന വ്യക്തി ഷുഹൈബുൽ ഹൈതമി എന്ന് പറയുന്ന ഈ വ്യക്തി ഇസ്ലാമിനെ ചളിവാരിത്തേക്കുന്ന ഇസ്ലാമിന്റെ ആദർശത്തെ അതിന്റെ വ്യതിയാനങ്ങളിലേക്ക് ശിർക്കിന്റെ പടുമുടിയിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അദ്ദേഹം നാസ്തികരമായിട്ട് സംവദിക്കുന്ന വ്യക്തിയാണ്, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. പക്ഷേ അദ്ദേഹത്തെ ഇസ്ലാമിന്റെ ഒരു ആദർശത്തിന്റെ മുഖമായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കരുത്. കാരണം പച്ചയായ ശിർക്ക് വിളമ്പുന്ന പച്ചയായ ഇസ്ലാമിന്റെ ആദർശത്തെ പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളെ ഒരിക്കലും ഇസ്ലാമിന്റെ ആളുകളായിട്ട് നമ്മൾ പ്രചരിപ്പിക്കരുത്. ആ പ്രചരണത്തിലേക്ക് നമ്മൾ കടന്നു പോകരുത്. നമ്മുടെ ബാധ്യത തൗഹീദിനെ സുരക്ഷിതമാക്കി നിർത്തുക എന്നുള്ളതാ. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൽ ആ തൗഹീദിനെ ഉറപ്പിച്ചു നിർത്തുക. അതിനപ്പുറത്തേക്ക് ആ തൗഹീദിനെതിരെ പ്രവർത്തിക്കുന്ന ആ തൗഹീദിനെ കളങ്കമുണ്ടാക്കുന്ന ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ്, മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആ ആദർശത്തോട് ആദരവുള്ള കൂറുള്ള ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ തൗഹീദിന്റെ മാർഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് തൗഹീദിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച്. ആ തൗഹീദുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ഘടകങ്ങളുണ്ടോ അതിന് ഏതിനെ പോറലേറ്റാലും അതാ മനുഷ്യനെ പൂർണ്ണമായ തോതിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നുള്ളതാണ്. പെട്ടെന്നല്ല എന്നുണ്ടെങ്കിലും മെല്ലെ മെല്ലെ തൗഹീദിന്റെ ഏതെങ്കിലും ഒരു കളത്തിന്റെ ചെറിയ പോറലേറ്റാൽ അത് മെല്ലെ മെല്ലെ ആ മനുഷ്യൻ പൂർണ്ണമായി തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള കാര്യം. അള്ളാഹു റസൂൽ ഒരിക്കൽ ഒരു അടിമസ്ത്രീയോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹ് എവിടെയാണ്? ആ സ്ത്രീ അതിന് മറുപടി കൊടുത്തു, അള്ളാഹു ഫിസ്സമ, അള്ളാഹു ഉപരിയിലാണ്. അള്ളാഹു 7 ആകാശങ്ങളും അപ്പുറത്ത്, അള്ളാഹ് ഉപരിയിലാണുള്ളത്. അള്ളാഹുവിന്റെ റസൂല് ആ അടിമസ്ത്രീയുടെ യജമാനോട് പറഞ്ഞു വന്ന ആ സ്ത്രീയെ നിങ്ങൾ മോചിപ്പിക്കണം, ആ സ്ത്രീയെ നിങ്ങൾ മോചിപ്പിക്കണം. കാരണം അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവ് ആ സ്ത്രീക്കുണ്ട് എന്നതാണ്. അതായത് അള്ളാഹു ഉപരിയിലാണ് എന്ന ആ അറിവിന് പോലും പ്രാധാന്യമുണ്ട് എന്ന് അള്ളാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹു റസൂൽ മരണപ്പെട്ട വേളയിൽ സ്വഹാബാക്കൾ എന്ത് ചെയ്യണമെന്ന് നിൽക്കാതിരിക്കുന്ന ആ വേളയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്, അദ്ദേഹത്തിന്റെ സംസാരമുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ഈ രൂപത്തിലാണ്, വമൻ കാന യഅബ്ദുല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത്,
പറയുന്നത് ഫഇന്നല്ലാഹ ഫിസ്സമാഇ ഹയ്യുൽ ലാ യമൂത്. അല്ലാഹു ഉപരിയിലുള്ളവനാണ്, അവൻ എന്നും ജീവിക്കുന്നവനാണ്, മരണപ്പെടുന്നവനല്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓരോ അറിവിനും പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അള്ളാഹുവിന്റെ ഏതെല്ലാം സിഫത്തുകളുണ്ടോ അത് എപ്രകാരമാണോ അള്ളാഹുവിന്റെ റസൂലും ഖുർആനും നമ്മെ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതിനെ കുറിച്ച് നമ്മളൊന്ന് ചോദിക്കുവാനോ പറയുവാനോ പാടില്ല എന്നുള്ളതാണ്. റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു അവന്റെ അർശിൽ ഉപവിഷ്ടനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യം, നിരന്തരമായി ഓർമ്മപ്പെടുത്തിയത്. ഒരു മനുഷ്യൻ അള്ളാഹു അർശിൽ എങ്ങനെയാണ് ഉപവിഷ്ടനെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നു. നിരന്തരമായി ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹു അർശിൽ ഉപവിഷ്ടനായത്? ആ സമയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഉണ്ട്, അൽ ഇസ്തിവാഉ മഅലൂം. അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ് എന്നുള്ളത് അറിയപ്പെട്ട കാര്യം, വൽ കൈഫിയത്തു മജ്ഹൂൽ. പക്ഷെ അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അള്ളാഹിനെ കുറിച്ച് ഖുർആൻ അറിയിച്ചു തന്നതല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചതല്ലാതെ നമുക്കൊന്നും അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്. പക്ഷേ അള്ളാഹിനെ കുറിച്ച് ഖുർആനിലും സുന്നത്തിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയാണ് എന്നുള്ളത്, അത് നിർബന്ധമാണ് എന്നുള്ളത്. വൽ മസ്ഊലു അൻഹു ബിദ്അ. പിന്നെ അതിനെക്കുറിച്ച് ചോദ്യങ്ങളില്ല, അതിനെക്കുറിച്ച് അനാവശ്യമായി ചോദിക്കുക എന്നുള്ളത് ബിദ്അയാണ്, തെറ്റാണ്, തിന്മയാണ് എന്ന് ഇസ്ലാം കൃത്യമായി നമ്മെ പഠിപ്പിക്കും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അതിന് കൊടുത്ത ഏറ്റവും നല്ല മറുപടിയാണ്. ഇതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് എന്നത്. അള്ളാഹുവിനെ കുറിച്ച്, പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനും ഹദീസുകളും എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് എന്തെല്ലാം സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചോദ്യങ്ങളില്ല, അതിനെക്കുറിച്ച് മറുചോദ്യങ്ങളില്ല, അതിനെക്കുറിച്ച് വിശദീകരണങ്ങളില്ല. അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പോലും അനുവദനീയമല്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഒരുപാട് സിഫത്തുകൾ പറയുന്നുണ്ട്. ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം പറഞ്ഞപ്പോ അദ്ദേഹത്തോട്, ഞാൻ എന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്ക് എന്താണ് മടിയെന്ന് ഖുർആൻ ചോദിക്കാം. അവിടെ ഖുർആൻ പറഞ്ഞത് അള്ളാഹ്ക്ക് കൈകളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ ചില ആളുകൾ അത് നിഷേധിക്കും. അള്ളാഹിനെ കുറിച്ച് ഖുർആനിൽ വന്ന സിഫത്തുകളെ, ചില സവിശേഷതകൾ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അന്ത്യനാളിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ആ ദിവസത്തിൽ നിന്റെ റബ്ബിന്റെ മുഖമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുകയില്ല. അതിനർത്ഥം എന്താ? ഖുർആൻ പറഞ്ഞത് എന്താണോ അത് വിശ്വസിക്കാം. അള്ളാഹ്ക്ക് മുഖമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷെ നമ്മുടെ മുഖത്തെ പോലെ, ഒരു സൃഷ്ടിയുടെ മുഖത്തെ പോലെ അതിന്റെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അത് അറിയപ്പെട്ട കാര്യം, അത് വിശ്വസിക്കാം. വൽ കൈഫിയത്ത് മജ്ഹൂൽ, അതിന്റെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ചിന്തിക്കുവാൻ, നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ളതിനെല്ലാം അപ്പുറത്താണത്. പക്ഷേ വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരുപാട് ആളുകൾ നിഷേധിക്കുന്ന പ്രവണതകൾ കാണുന്നുണ്ട്, അതിനെ എതിർത്ത് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് ഹദീസുകളിലോ ഖുർആനിലോ എന്തെങ്കിലും ഒരു സിഫത്ത് കണ്ടു കഴിഞ്ഞാൽ അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞത് അത് വിശ്വസിക്കുക. അള്ളാഹുന്റെ റസൂൽ എന്താണോ മനസ്സിലാക്കി തന്നിട്ടുള്ളത് അത് വിശ്വസിക്കുക. അതിനപ്പുറത്തേക്ക് റസൂൽ പറയാത്ത ഒരു കാര്യം പോലും അള്ളാഹിനെ കുറിച്ചിട്ട് സ്വഹാബാക്കൾ വിശദീകരിച്ചിട്ടില്ല. അഹ്ലുസ് സുന്നയുടെ സലഫ് സ്വാലികൾ ഒരാൾ പോലും അള്ളാഹിന്റെ ഒരു സിഫത്ത് പോലും വിശദീകരിക്കാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത് വിശ്വാസികൾക്ക് ചേർന്ന പണിയല്ല എന്നുള്ളതാണ്. പക്ഷേ അത് നിഷേധിക്കുവാനും പാടില്ല, അത് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എവിടെയെല്ലാം അള്ളാഹിന്റെ സിഫത്ത് കാണുന്നുണ്ടോ നിങ്ങൾ അതിന്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കാം. ഒരക്ഷരം പോലും ആ സിഫത്തിനപ്പുറത്തേക്ക് അതിനെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ സാധ്യമല്ല. പക്ഷെ അവിടെയെല്ലാം ആണയിട്ട് പറയുന്നത് അള്ളാഹിന്റെ ആ സിഫത്ത് അതുപോലെ വിശ്വസിക്കണമെന്ന, അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങളോ മറുചോദ്യങ്ങളോ വിശദീകരണങ്ങളോ ഇല്ല. എന്താണ് ഖുർആൻ പറഞ്ഞത്, എന്താണോ ഖുർആനിലും ഹദീസിലും ഉള്ളത് അത് മനസ്സിലാക്കുക, അത് വിശ്വസിക്കുക. അതിനപ്പുറത്തേക്ക് അതിനോട് വിശ്വസിക്കുവാൻ വിമുഖത കാണിക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നുള്ളതാണ്. അതിനെ എതിർത്ത് പറയുന്നത് ഇസ്ലാമിന്റെ ആശയത്തിനും ആദർശത്തിനും വിരുദ്ധമാണ് എന്നുള്ളതാണ്. അതിനെ അനാവശ്യമായിട്ട് വിശദീകരിക്കാൻ പോകുന്നതും ഇസ്ലാമിന് ചേർന്നതല്ല, മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല, വിശ്വാസികൾക്ക് ചേർന്നതല്ല എന്ന് ഖുർആനും ഹദീസും അഹ്ലുസ് സുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ആ രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഖുർആൻ പറഞ്ഞത്, ആ പറഞ്ഞിടത്ത് നമ്മുടെ ആദർശം ഉണ്ടായിരിക്കണം. എന്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ആ ആശയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ, പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹുവിനെ മാത്രമായിട്ട് അർപ്പിക്കുവാൻ നമുക്ക് സാധ്യമായിരിക്കണം. അള്ളാഹുവിന്റെ ദീനിനെ കളങ്കപ്പെടുത്തുന്ന ആളുകളെ നമ്മളാൽ ഒരു പ്രമോഷൻ ഉണ്ടാകരുത്.
നമ്മളെ കൊണ്ട് ആ ആളുകളെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന രൂപത്തിലുള്ള അപകടങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. ഒരിക്കലും അങ്ങനെയുള്ള ആളുകളെ നല്ല വ്യക്തികളായിട്ട് സമൂഹത്തിന് മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കരുത്. അവരെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇസ്ലാമിന്റെ ആദർശത്തെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന ആളുകളെ നമ്മളായിട്ട് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ആ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ തൗഹീദിന്റെ ആശയത്തോടും ആദർശത്തോടും കൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുക. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.